നമസ്കാരം. വിഘ്നേഷ് ശിശിർ എന്ന പേരുള്ള കർണാടകക്കാരനായ ഒരു BJP നേതാവിൻ്റെ ഒരു ട്വീറ്റ് ഒരു സംഘി വാട്സാപ്പ് സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചു, പപ്പു മൂഞ്ചിയത് അറിയാത്തത് കൊണ്ടാണോ അതോ പപ്പുവിനെ വെളുപ്പിക്കാൻ വേണ്ടി മിണ്ടാതിരിക്കുന്നതാണോ എന്ന്. ഞാൻ ആ പോസ്റ്റ് എടുത്തു നോക്കി. അതെങ്ങനെയാണ്: ഇൻ എ ലാൻഡ്മാർക്ക് ആൻഡ് ഹിസ്റ്റോറിക് ജഡ്ജ്മെൻറ്റ് ദ ഹോണറബിൾ അലഹബാദ് ഹൈക്കോർട്ട് അറ്റ് ലക്നൗ ബെഞ്ച് has allowed my petition and ordered and directed Kotwali Police Station, Raebareli District, Uttar Pradesh to register a first information report against Sri Rahul Gandhi, Member of Parliament Lok Sabha and Leader of Opposition Lok Sabha, British citizenship case. അതായത് ബ്രിട്ടീഷ് പൗരത്വ കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇട്ട് അന്വേഷിക്കാൻ കോട്ട്വാലി പോലീസ് സ്റ്റേഷനോട് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചു എന്നാണ്. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ് എന്നാണ് ഈ പരാതിക്കാരൻ്റെ അവകാശവാദം. ഈ പരാതിയുമായി ഇയാൾ ലക്നൌവിലെ ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി അതിൻ്റെ പേരിൽ രാഹുലിനെതിരെ FIR എടുക്കാൻ വിസമ്മതിച്ചു. തുടർന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിനെ സമീപിക്കുന്നു. ലക്നൗ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് രാഹുൽ ഗാന്ധിക്കെതിരെ FIR എടുക്കാൻ ഉത്തരവിട്ടു. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഞാൻ കൂടുതൽ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഇതേ കോടതി തന്നെ ആ ഉത്തരവ് ടൈപ്പ് ചെയ്ത് പുറത്തിറക്കുന്നതിന് മുൻപ്, ഒരു ദിവസം തികയുന്നതിന് മുൻപ് ആ ഉത്തരവ് മരവിപ്പിച്ചു. എന്ന് വെച്ചാൽ കേസ് റദ്ദാക്കിയിട്ടില്ല, FIR ഇട്ട് കേസെടുക്കാനുള്ള ഉത്തരവ് മരവിപ്പിച്ചു. കോടതി പറഞ്ഞു, ചില പിശകുകൾ സംഭവിച്ചു. സുപ്രീം കോടതിന് മുമ്പ് പല കേസുകളിലും ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്രയും ഗൗരവമേറിയ വിഷയങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ആർക്കെതിരെയാണോ പരാതി അവരുടെ ഭാഗം കൂടി കേൾക്കണമെന്ന്. ഏപ്രിൽ 20 കേസ് മാറ്റിവെച്ചു. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കേട്ടതിന് ശേഷം മാത്രം FIR ഇടണമെന്ന് പോലീസിന് തോന്നിയാൽ ഇട്ടാൽ മതി എന്ന് അതേ ബെഞ്ച് തന്നെ തിരുത്തി. ഇതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കേസ് ഒരിക്കൽ കൂടി ചർച്ചകളിലായി. കഴിഞ്ഞ കുറേ കാലമായി ഞാൻ കേൾക്കുന്നതാണ് കേരളത്തിലെ നിരവധി സംഖ്യകൾ രാഹുൽ ഗാന്ധി ഒരു ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണ് എന്ന ആരോപണം ഉയർത്തുന്നത്. ചിലരൊക്കെ രാഹുലിന് ഇറ്റാലിയൻ പൗരത്വമുണ്ട് എന്നാണ് പറഞ്ഞത്. അവരൊക്കെ കോട്ട് ചെയ്യുന്നത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. ഇങ്ങനെ പറയുന്ന ആരും രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമോ ഇറ്റാലിയൻ പൗരത്വമോ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് ഇരട്ട പൗരത്വം അനുവദനീയമല്ല. ഒരാൾ വേറൊരു രാജ്യത്തെ പൗരത്വം എടുത്താൽ അയാൾ ഇന്ത്യൻ പൗരത്വം വേണ്ടെന്ന് വെക്കണം, സറണ്ടർ ചെയ്യണം. 2 പൗരത്വം ഒരേ സമയം തുടരുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്, ജയിലിലടയ്ക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, ഒരു വിദേശ പൗരന് ഒരിക്കലും ഇന്ത്യയിലെ ജനപ്രതിനിധിയായി മത്സരിക്കാൻ യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമുണ്ടെങ്കിൽ ഗൗരവമേറിയ കുറ്റകൃത്യമാണ്, ജയിലിൽ പോവേണ്ട സാഹചര്യമാണ്. ഇക്കൂട്ടർ പറയുന്നത് രാഹുലിന് ഇരട്ട പൗരത്വമുണ്ട് എന്ന് തന്നെയാണ്. ഈ പറയുന്നവർ വാസ്തവത്തിൽ പരിഹസിക്കുന്നത് മോദിയെയും കഴിഞ്ഞ 12 വർഷം ഇന്ത്യ ഭരിച്ച BJP സർക്കാരിനെയുമാണ്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ബ്രിട്ടീഷ് പൗരത്വമോ മറ്റേതെങ്കിലും പൗരത്വമോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി നടപടിയെടുക്കാനുള്ള ശേഷിയില്ലാത്ത ദുർബല സർക്കാരാണിത്, നരേന്ദ്രമോദി അത്രയും മണ്ടനാണ് എന്നിവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും ഇത് സാധ്യമല്ലെന്നും അങ്ങനെ പറയുന്നത് വെറും നുണയാണ് എന്നതിനും ഒരു തർക്കവും വേണ്ട. അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശേഷി, അതിന് പേര് നടപടിയെടുക്കാനുള്ള കഴിവ് മോദിക്കുണ്ട്, മോദിയുടെ ഗവൺമെൻറ്റിനുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നവർ വാസ്തവത്തിൽ മോദിയെയും BJPയെയും അപമാനിക്കുകയാണ്. ഇവർ പറയുന്നതാണ് വാസ്തവമെങ്കിൽ ഇവരെന്തിനാണ് രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഈ പരാതിക്കാരൻ പറയുന്നത് ബ്രിട്ടനിൽ രാഹുൽ ഗാന്ധി ഡയറക്ടറായി രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ വിശദാംശങ്ങളാണ്. ബൈക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി ബ്രിട്ടനിലെ ഒരു അഡ്രസ്സിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഈ കമ്പനിയുടെ ഡയറക്ടർ രാഹുൽ ഗാന്ധിയാണ്. അതിൽ പൗരത്വം ബ്രിട്ടീഷ് എന്ന് കൊടുത്തിരിക്കുന്നു എന്നാണ് ആരോപണം. ഇത് ഒരുപക്ഷെ വാസ്തവമാവാം. പക്ഷെ ഇവർ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം, ബ്രിട്ടനിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഒരു വിധത്തിലുള്ള ചെക്കിങ്ങുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഓൺലൈനിൽ പോയി ഒരു അഡ്രസ്സ് കാണിച്ചിട്ട് നിങ്ങൾക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാം. അഡ്രസ്സ് നിങ്ങളുടേതാണെന്ന് പോലും അപ്പോൾ തെളിയിക്കേണ്ടതില്ല. നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുക, 25 പൗണ്ടോ മറ്റോ ആയിരുന്നു നേരത്തെ, ഇപ്പോഴെത്രയാണെന്ന് എനിക്കറിയില്ല. അത് കൊടുത്താൽ, ഒരു അഡ്രസ്സ് കൊടുത്താൽ കമ്പനിയുടെ പേരിട്ടാൽ ആ കമ്പനിയുടെ പേര് ലഭ്യമാണെങ്കിൽ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരും. പിന്നീട് പോലും കൃത്യമായ പരിശോധനയൊന്നുമില്ല. ആരെങ്കിലും പരാതിപ്പെടുമ്പോൾ മാത്രമേ ഈ രേഖകളൊക്കെ ശരിയാണോ എന്ന് പരിശോധനയുള്ളൂ. ബ്രിട്ടനിൽ ഒരു ലിഖിത ഭരണഘടന പോലുമില്ല എന്ന് ഓർക്കണം. കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെയാണ് അവരുടെ നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ ഒരാളുടെ കമ്പനി രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വെച്ച് അയാളുടെ പൗരത്വം നിർണ്ണയിക്കുക സാധ്യമല്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആർക്ക് വേണമെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്യാം, നിങ്ങൾക്കും എനിക്കുമൊക്കെ.
ബ്രിട്ടനിൽ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ബ്രിട്ടീഷ് പൗരനാകണം എന്ന് നിർബന്ധമില്ല. അത് ഫില്ല് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഓൺലൈൻ വഴി ഫില്ല് ചെയ്യുമ്പോൾ പൗരത്വം ചോദിക്കുമ്പോൾ ബ്രിട്ടീഷ് എന്നായിരിക്കാം വരുന്നത്. അത് ആ കമ്പനി ഗൗരവമായി ബിസിനസ് ചെയ്യുന്നെങ്കിൽ അത് തിരുത്താവുന്നതേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ പേരിൽ ഒരാൾ ബ്രിട്ടീഷ് പൗരനാവുന്നില്ല. ബ്രിട്ടീഷ് പൗരനാകണമെങ്കിൽ നിയമപരമായി ഒരാൾ വർക്ക് വിസയിലോ ബിസിനസ് വിസയിലോ 5 വർഷം ബ്രിട്ടനിൽ താമസിക്കണം. അങ്ങനെ 5 വർഷം ബ്രിട്ടനിൽ താമസിച്ചാൽ ചില പരീക്ഷകളൊക്കെ പാസ്സായി അപേക്ഷ കൊടുത്താൽ ബ്രിട്ടീഷ് പൗരത്വം കിട്ടും. ഈ ബ്രിട്ടീഷ് പൗരത്വം കിട്ടുന്നവർ അപ്പോൾ തന്നെ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യണം. അത്തരമൊരു ടെസ്റ്റ് നടത്തിയതായോ 5 വർഷം തുടർച്ചയായി ബ്രിട്ടനിൽ സ്റ്റുഡൻറ്റ് വിസയിലല്ലാതെ രാഹുൽ ഗാന്ധി താമസിച്ചതായോ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് അവിടെ പൗരത്വത്തിന് അപേക്ഷിച്ചതായോ ഒരു രേഖയും ലഭ്യമല്ല. ഇങ്ങനെ ഇരിക്കും ഒരു കമ്പനി രജിസ്ട്രേഷൻ്റെ പേര് മാത്രം പറഞ്ഞ് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ് എന്നൊക്കെ പറയുന്നത് വിവരക്കേടാണ്. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനോ ഇറ്റാലിയൻ പൗരനോ മറ്റേതെങ്കിലും രാജ്യത്തെ പൗരത്വമോ ഉള്ള ആളാണെങ്കിൽ അത് കണ്ടെത്താനും അതിന് പേര് നടപടിയെടുക്കാനും രാഹുലിനെ അയോഗ്യനാക്കാനുമുള്ള ശേഷിയുള്ള പ്രധാനമന്ത്രി തന്നെയാണ് രാജ്യം ഭരിക്കുന്നത്. അങ്ങനെ ഒരു പൗരത്വം രാഹുലിനുണ്ടെങ്കിൽ രാഹുലിൻ്റെ MP സ്ഥാനം പോലും അസാധുവാണ്. അതുകൊണ്ട് ദയവായി ഈ കള്ളത്തരം പറയുന്നവർ, ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർ മോദിയെയും BJPയെയും അപമാനിക്കുകയാണെന്ന് തിരിച്ചറിയുക. ഇതിനേക്കാൾ എത്രയോ വലിയ വിഷയങ്ങളുണ്ട്. വെറുതെ എന്തിനാണ് രാഹുൽ ഗാന്ധി വിദേശ പൗരനാണ് എന്നൊരു കെട്ടുകഥയുണ്ടാക്കി അതിന് പിറകെ ഇങ്ങനെ നടക്കുന്നതും കോടതിയുടെ സമയം കളയുന്നതും? ഒരു തെളിവുമില്ലാതെ ഇത്തരം കള്ളക്കേസുകൾ കൊടുക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ജുഡീഷ്യറി കാണിക്കേണ്ടത്.